നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ വൈറൽ താരത്തെ വിവാഹം കഴിച്ച് പുലിവാലി പിടിച്ച നമ്മുടെ CPM പാർട്ടി ഒന്നടങ്കം പുലിവാലിന്റെ വിവാഹം കഴിപ്പിച്ച് അവരും പുലിവാലി പിടിച്ച ആ കേസിൽ ഇപ്പോൾ നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. മധ്യപ്രദേശ് സർക്കാരാണ് എതിർകക്ഷി. കേസെടുത്തിരിക്കുന്നത്. അതെ, അവിടുത്തെ മഹേശ്വർ പോലീസ് ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. പോക്സോ കോടതിയിലാണ്. മണ്ഡലേശ്വർ പ്രത്യേക പോക്സോ കോടതിയിൽ ജഡ്ജി ഒരു സുപ്രധാനമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ 25 വയസ്സുകാരനായ ഫർമാൻ നൽകിയിരിക്കുന്ന ഫർമാൻ ഖാൻ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച UP-കാരനായ ഫർമാൻ ഖാൻ 25 വയസ്സേ ഉള്ളൂ. ഇയാൾ ഇപ്പം തിരുവനന്തപുരത്ത് കേരളത്തിലുണ്ട്. ഇയാൾ നൽകിയ പോക്സോ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നിർദാക്ഷിണ്യം കോടതി തള്ളി. മേൽ നടപടി എടുക്കാനായിട്ട്, അതായത് തള്ളിക്കഴിഞ്ഞാൽ അടുത്ത നടപടി അറിയാമല്ലോ, നമുക്ക് അറസ്റ്റിലേക്ക് പോകും. അതെ. അല്ല, ഒരു കാര്യം അതിനകത്ത് പറയാൻ ഞാൻ പോക്സോ കോടതിക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പോക്സോ വകുപ്പിട്ടൊരു കേസ് വന്നാൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അതിന് ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഉപരി സുപ്രീം കോടതിയിൽ മാത്രമേ പോയി ജാമ്യം, പ്രത്യേകിച്ചും ഈ സ്ത്രീ പീഡനം, ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ അതിന് കീഴ്ക്കോടതികൾക്കൊന്നും ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഇവരെന്തിനാണ് ഈ പോക്സോ കോടതിയിൽ പോയത്, ഇതൊക്കെയുള്ള ചോദ്യം വേറെയുണ്ട്. ഇരിക്കട്ടെ എന്തായാലും. പക്ഷേ പോക്സോ കോടതി ജാമ്യം തള്ളി എന്നല്ലേ പറയുന്നത്? പറയൂ ബാക്കി. ഈ ഫർമാൻ, ഈ യുവാവ് വൈറൽ താരത്തോടൊപ്പം ഒളിവിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കേരളത്തിലെ നമ്മുടെ പാർട്ടി നേതാക്കൾ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി മാല എടുത്തു കൊടുത്ത MV ഗോവിന്ദൻ, താലി എടുത്തു കൊടുത്ത നമ്മുടെ വി ശിവൻകുട്ടി, പിന്നെ മുൻ മന്ത്രി, പിന്നെ ഇതിനെല്ലാം കൂടെ നിന്ന് എല്ലാം തിരിച്ചുക്കാൻ പിടിച്ച കാർമ്മികത്വം വഹിച്ച MP ആയ A റഹീം. അതെ, ഡബിൾ A റഹീം. ഈ മൂന്ന് പേരും കൂടി ഒളിപ്പിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വെറുതെയാണ്. പക്ഷേ അവർ കോട്ടയത്ത് നമ്മുടെ പീക്കാനത്തുള്ള KP ക്യാമ്പസിലെ ഒരു കോട്ടയം ഒരു കോമൺ റെസിഡൻസി എന്നുള്ള സ്ഥലമാണ്. ഈ ഫർമാൻ തന്റെ ആന്റിസിപ്പേറ്ററി ജാമ്യാപേക്ഷയിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അവിടുന്ന് വന്നതാ, മധ്യപ്രദേശിൽ നിന്ന് വന്ന ആ ബെയിൽ ആപ്ലിക്കേഷനിൽ ഹിന്ദിയിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വിലാസം ഇതാണ്. കോട്ടയം പീക്കാനം KP ക്യാമ്പസ് കോമൺ റെസിഡൻസി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒളിവിലല്ല, ആശാൻ ആരുടെയോ സംരക്ഷണയിൽ കഴിയുകയാണ്. കാരണം ഇത് വലിയൊരു ഒന്നൊന്നാം തരം തൊണ്ടി മുതലാണ്, തെളിവ് സാക്ഷിയാണ്. ഈ സ്ഥാനത്തിന് മധ്യപ്രദേശ് പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുന്ന് AK സെന്ററിലുള്ള എല്ലാവരെയും കൊണ്ടുപോകേണ്ടി വരും. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഈ കേസ്, ഇയാൾ കേരള ഹൈക്കോടതി പോയി ജാമ്യം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് നീട്ടി കിട്ടാൻ ആവശ്യപ്പെട്ട് ഇയാൾ വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഹാജരാകുന്നുണ്ട് ആ കേസിൽ, കക്ഷി ചേർന്ന്. അങ്ങനെ ഹാജരാകാം. കാരണം ഈ കേസ് നടക്കുന്നത് മധ്യപ്രദേശ് പോക്സോ കോടതിയിലാണ്. മധ്യപ്രദേശിലെ ഒരു പോക്സോ കോടതിയിലാണ് കേസ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, ആ പോക്സോ കോടതിക്ക് മുകളിൽ വരുന്നതാണ് കേരള ഹൈക്കോടതി. എങ്കിലും കേരള ഹൈക്കോടതിക്ക് ഈ ആളിൻ്റെ ഈ പറയുന്നത് പോലെ മുൻകൂർ ജാമ്യം കൊടുക്കാനോ അറസ്റ്റ് തടയാനോ, ഇപ്പം ആദ്യം ഈ കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ഈ വിഷയത്തിൽ ഇയാൾ പോവുകയും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടുകാർ കൊണ്ടുപോയി, പിന്നെയാണ് പോക്സോ കേസാകുന്നത്. ആദ്യം ഇതൊരു സാധാരണ കേസായിരുന്നു. ആ സാധാരണ കേസിലാണ് താങ്കൾ പറഞ്ഞതുപോലെ വീട്ടുകാര് പ്രായം തെളിയിക്കുന്ന രേഖകളെല്ലാം അവിടെ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസ്, മറ്റേത് നേരത്തെ ഉള്ളത് സാധാരണ FIR, പിന്നീട് അത് പോക്സോ വകുപ്പ്. ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം പിതാവ് പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടിയെ കേരളത്തിൽ വെച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞ് പിതാവ് അവിടുത്തെ ഈ മഹേശ്വർ പോലീസിനെ അറിയിക്കുന്നു. പിതാവ് നേരിട്ട് എത്തണമെന്ന് തമ്പാനൂർ പോലീസ് ആവശ്യപ്പെടുന്നു. ഇവർ നേരെ എറണാകുളത്ത് നിന്നും ഇവർ നേരെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ട്രെയിൻ കയറി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ തമ്പാനൂർ പോലീസ് മുന്നിൽ ഹാജരാകുന്നു. ഈ ഹാജരാകുമ്പോൾ പോലീസ് ഇയാളുടെ അച്ഛനെ വിളിക്കുന്നു, ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നു, ഇവിടെ വരാൻ പറയുന്നു. വന്നിട്ട് കുട്ടി പറയുന്നു ഞാൻ കൂടെ പോകില്ല എന്ന് പറയുന്നു. ശരി, അങ്ങനെ ആ പിതാവ്
തകർന്ന ഹൃദയവുമായി പിതാവ് തിരിച്ച് മടങ്ങിപ്പോവുകയാണ് മധ്യപ്രദേശിലെ തൻ്റെ പിന്നെയാണ് ഗ്രാമത്തിലേക്ക് ചെന്നിട്ടാണ് അദ്ദേഹം അവിടെ വിവരമില്ലാന്ന് നമ്മൾ പറയും, പക്ഷേ അവർക്കെല്ലാം നല്ല വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ മധ്യപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കൃത്യമായിട്ട് ഈ നിയമ പോരാട്ടത്തിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിയമ ഉപദേശം ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മോക്ക് 18 വയസ്സായിട്ടില്ല. അത് കേരളത്തിലായാലും അങ്ങനെ പാടില്ല, ശൈശവവിവാഹമാണ്. എവിടെ പോയാലും, ഇനി കാശ്മീരിൽ ചെന്നാലും കന്യാകുമാരി പോയി വിവാഹം കഴിച്ചാലും 18 വയസ്സായില്ലെങ്കിൽ അത് പോക്സോ കേസ് തന്നെയാണ്. ഈ പെൺകുട്ടിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്. എൻ്റെ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് പറഞ്ഞാലും കരഞ്ഞ് നിലവിളിച്ചാലും ഒരു കാര്യമില്ല. പോക്സോ കേസ് ഇവിടെ സംഭവിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ കേരള ഹൈക്കോടതിക്ക് ഈ കേസ് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കോടതി ഞാൻ മനസ്സിലാക്കുന്നത് പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ പോക്സോ വകുപ്പ് ചുമത്താതിരുന്നപ്പോഴാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. അത് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല, അറസ്റ്റ് തടഞ്ഞത്. ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞ നടപടി, ആ ഉത്തരവ്, അതിൻ്റെ സമയം നീട്ടി വാങ്ങാനാണ് ഇയാൾ ശ്രമിക്കുന്നത്, വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കോടതി അനുവദിക്കരുത് എന്ന് പറഞ്ഞ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ സജിത് കുമാർ അങ്ങനെ എന്തോ പറഞ്ഞൊരു അഡ്വക്കേറ്റാണ് മധ്യപ്രദേശ് പോലീസ് സർക്കാരിന് വേണ്ടി ഇവിടെ ഹാജരായിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ. അപ്പോൾ അത് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വിധി പുറത്തു വന്നേക്കാം ഒരു പക്ഷേ. ഈ ഇയാളുടെ അറസ്റ്റ് ഇവിടെ ഇതൊന്നൊരു വിഷയമല്ലെന്ന് ഇവിടെ ഇങ്ങനെ കേരളം സുരക്ഷിതമായതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ ഈ നമ്മുടെ മെയ് 17-18 വരെ കേരളം സുരക്ഷിതമായിരുന്നു അവരുടെ കണ്ണിൽ. കാരണം അന്ന് ഭരിക്കുന്ന LDF സർക്കാരായിരുന്നു. പക്ഷെ അവർ ഇറങ്ങി, ഇനി അവർക്ക് ഒരു പവറുമില്ല. അതുകൊണ്ട് തന്നെ അവരിനി കാണിക്കുന്ന മണ്ടത്തരമാണ്. കാരണം അവരുടെ ജന്മനാട്ടിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അല്ല, ഈ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസും UDF സർക്കാരും വലിയ ഉത്സാഹം കാണിക്കില്ല. കാരണം ഇത് ഇടതുപക്ഷത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു വിവാഹമാണ്. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ ഫർമാൻ്റെയും വൈറൽ താരത്തിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ, അത് മധ്യപ്രദേശിലെ കോടതി, പോക്സോ കോടതി തീരുമാനിക്കും. എൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു വിശകലനം എനിക്ക് തോന്നുന്നത്, ഈ നമ്മുടെ എം വി ഗോവിന്ദനും മുൻ മന്ത്രി ശിവൻകുട്ടിയും ഇപ്പോഴത്തെ രാജ്യസഭാ MP AA റഹീമും എന്ത് ചെയ്യും? കാരണം ഈ മുൻ മന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറിൻ്റെ ഒന്നും അനുമതി ആവശ്യമില്ല. മുൻ മന്ത്രിയാണെന്നൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഫർമാൻ ഈ കേസിൽ, പോക്സോ കേസിൽ പ്രതിയാണ്. ഇവരെല്ലാം കൂട്ടുപ്രതികളാണ്. എങ്ങനെ? വിവാഹം നടത്തി കൊടുത്തു, കാർമ്മികത്വം വഹിച്ചു, ഇയാൾക്ക് സംരക്ഷണം കൊടുത്തു. ഇവരാണ് ഈ വിവാഹം അമ്പലത്തിൽ കൊണ്ടുവച്ച് നടത്താൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. നോക്കൂ, ഒരു മുസ്ലിം യുവാവിന് ഒരു ഹിന്ദു യുവതിയെ, അതും പ്രായപൂർത്തിയാകാത്ത ഒരു യുവതിയെ എങ്ങനെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ പറ്റും? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആ വിവാഹം നിലനിൽക്കില്ല. ഇവരെന്ത് ചെയ്തു? അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു. ഈ കുട്ടിയുടെ ആധാർ കാർഡ്, ഇപ്പം മനസ്സിലാക്കുന്ന ആ ആധാറെല്ലാം വ്യാജമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അത് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും കേരളത്തിലായതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് കോടതിക്ക്, പോക്സോ കോടതിക്ക് അത് റദ്ദാക്കാം. കാരണം ഈ കുട്ടി ആ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അത് എന്തായാലും ഇത്രയും വിഷയമായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു സബ് രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും എന്ന് തോന്നുന്നില്ല. എന്തായാലും അതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഇത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നോട്ടീസ് ഇടാനേ നമുക്ക് പറ്റുള്ളൂ. 30 ദിവസം കഴിഞ്ഞേ അത് രജിസ്റ്റർ ആവുള്ളൂ. അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. വാർത്തകളിൽ നിന്ന് അതൊന്നും വ്യക്തമല്ല. പക്ഷേ ഈ പോക്സോ കേസിൽ ഫർമാൻ, അയാളുടെ പേര് തന്നെ എന്തോ ദുരൂഹതയുണ്ട്. അതിനകത്ത് എന്തോ ഫർമാൻ എന്നാണോ ഫർഷാൻ എന്നാണ് അയാളുടെ ഫർഷാൻ ഖാൻ എന്നാണ് ഒറിജിനൽ നെയിം. അത് പറഞ്ഞെങ്ങനെയോ ഫർമാൻ ഖാൻ ആക്കിയത്. അപ്പോൾ ഈ ഫർമാൻ ഖാന്, UP-യിലുള്ള ഫർമാൻ ഖാന് മധ്യപ്രദേശിലെ വൈറൽ താരത്തെ അവിടുന്ന് പൊക്കി കേരളത്തിലെത്തിച്ച് കേരളത്തെ കൊണ്ടുവന്ന് വിവാഹം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ അതിന് സഹായികൾ ഉണ്ടായിരുന്നിരിക്കും. ആ സഹായികൾ ഇപ്പം നമ്മളറിയുന്നത് പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച്
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും MP-യും ഒക്കെയാണ് അതിന് സഹായിച്ചിരിക്കുന്നത്. ഇയാൾ കോടതി കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കന്റ് അക്യൂസ്ഡ് മുഹമ്മദ് ഫർഷാൻ FIRSHAN സൺ ഓഫ് ജഫാർ അലി ഖാൻ അല്ല ഫർഷാനാണ്, സൺ ഓഫ് ജഫാർ അലി മുഹമ്മദ് ഫർഷാൻ എന്നുള്ളൂ. മുഹമ്മദ് ഫർഷാൻ സൺ ഓഫ് ജാഫർ അലി 25 വയസ്സ്. ഗത്ര എന്നൊരു പ്രദേശത്തെ താമസക്കാരനാണ്. ഭാഗ്പാട്ട് എന്ന ജില്ലക്കാരനാണ്. ഭാഗ്പാട്ട് ജില്ല യുപിയിലെ ഭാഗ്പാട്ടിലെ ശരിക്കും ഭാഗ്പത്താണ്. ഭാഗ്പത്തിലെ ജത്രയിലാണ് ഇയാളുടെ വീട്. ജാഫർ അലിയുടെ മകനാണ്. ഈ ജാഫർ അലിയുടെ മകൻ എങ്ങനെ മധ്യപ്രദേശിൽ വന്ന് ഈ വൈറൽ താരത്തെ പ്രേമിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ കൃത്യമായ എന്തൊക്കെയോ ആസൂത്രിതമായ, പൊതുവെ ഈ ലവ് ജിഹാദ് എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. പിന്നെ ഇവിടെ നിന്ന് ആ രീതിയിൽ പിന്നെ പെൺകുട്ടികളെ പല കാര്യങ്ങൾക്ക് റിക്രൂട്ട് ചെയ്ത്, ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, റിക്രൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നതാണ്. അതുപോലെ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വന്നതാണോ ഇയാൾ കേരളത്തിലേക്ക് ആകസ്മികമായിട്ട് ഇവർ വന്നുപെട്ടു? എന്തായാലും ഇവർ കേരളത്തിലേക്ക് ആകസ്മികമായി വന്നുപെട്ടതല്ല രാജേഷ്. ഇവിടെ ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ മറവിലാണ് അവർ വന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞാണ്, ഷോർട്ട് ഫിലിം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട്ടുകാർ ഈ പെൺകുട്ടിയെ വിട്ടതും. അല്ലാതെ വീട്ടുകാർ പെൺകുട്ടിയെ വെറുതെ അങ്ങ് പെൺകുട്ടി അവിടുന്ന് ചാടി ഇറങ്ങി വന്നതൊന്നുമല്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവിടെ വന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതെ അതെ. വളരെ എങ്കിലും അവളുടെ ആശുപത്രിയിലെ അവളുടെ ജനന രേഖകൾ വരെ കൃത്യമായിരുന്നു അല്ലേ? മഹേശ്വറിലെ ആശുപത്രി രേഖകൾ വരെ, മഹേശ്വർ താലൂക്ക് ആശുപത്രിയിലെ രേഖകൾ വരെ, രേഖകൾ വരെ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സമയം അടക്കം എല്ലാം, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ തുടങ്ങിയ എല്ലാ രേഖകളും വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് കോടതി ഇത് പോക്സോ വകുപ്പ് ചുമത്താൻ. പിന്നെ ആ കുംഭമേള നടന്നപ്പോൾ അവിടെ ഈ മാലയൊക്കെ വിറ്റ് അറിയാമല്ലോ, അപ്പൊ മാലയൊക്കെ വിറ്റ് കിട്ടുന്ന തുച്ഛമായ തുക, അങ്ങനെയാണ് ഒരു ക്യാമറ സംഘമാണ്. അതെ അതെ, അങ്ങനെയാണ് ഈ കുട്ടി ഒരു ക്യാമറ കണ്ണിൽ ഉടക്കുന്നതും വൈറലാകുന്നതും. വിദേശിയുടെ ക്യാമറ കണ്ണിലാണ്. അങ്ങനെ ഈ വെള്ളാരം കണ്ണുള്ള സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനിലാണ് ഈ നമ്മൾ ഈ പറഞ്ഞൊരു മൊണോലിസ് എന്നുള്ള പേര് പോലും സാങ്കല്പികമാണ്. പിന്നെ പേര് പറയാൻ പാടില്ല. പോക്സോ കുട്ടി. പിന്നെ നമ്മുടെ യഥാർത്ഥ പേര് അതല്ല. നമ്മളിപ്പോ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്ക് ചാർത്തിക്കൊടുത്ത ഒരു പേരാണത്. അതെ അതെ. ഇവിടെ ഈ വിഷയം കുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെയാണെന്ന് തെളിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് വലിയ വിവാദമായത്. അല്ലെങ്കിൽ നാളെ ഇത് നമ്മുടെ കേരള സിലബസിലെ കുട്ടികൾ പഠിച്ചതേ ശേഷ വിവാഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 2 ഉത്തരേന്ത്യക്കാരുടെ വിവാഹം നടത്തിക്കൊടുത്ത മഹാൻ MV ഗോവിന്ദൻ, അതിലും മഹാൻ വി ശിവൻകുട്ടി. ഒറിജിനൽ കേരള, അതെ, റിയൽ കേരള സ്റ്റോറി കേട്ടല്ലോ, അന്ന് പറഞ്ഞു റിയൽ കേരള സ്റ്റോറി. ഇപ്പൊ റിയൽ കേരള സ്റ്റോറിക്കാര് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ അറിവനുസരിച്ച് ഈ മുഹമ്മദ് ഫർഷാൻ മാത്രമല്ല, MV ഗോവിന്ദനും ശിവൻകുട്ടിയും റഹീമും ഒക്കെ കൂട്ടുപ്രതികളാവും. ക്ഷേത്രത്തിലെ ഭാരവാഹികളുണ്ട്, വിവാഹം നടത്തിയ പൂജാരിയുണ്ട്. പിന്നെ പൂജാരിക്കൊക്കെ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ വന്നു കല്യാണം കഴിക്കണമെന്ന് അപേക്ഷ തന്നു, രേഖകൾ നോക്കി, ഞങ്ങൾ പ്രായപൂർത്തിയായെന്നാണെന്ന് കണ്ടുകൊണ്ട് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ, അന്ന് കേരളം ഭരിച്ചിരുന്നവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പുറത്ത് സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കേസിൽ മാപ്പ് സാക്ഷികളായേക്കും. ആര്? ഈ പറഞ്ഞ പൂജാരിയും. ഈ കോടതി നോക്കുമ്പോൾ പൂജാരി അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ക്ഷേത്രത്തിൽ ഇങ്ങനെ വന്നാൽ അയാളത് ചെയ്തു കൊടുക്കണം. ഈ ക്ഷേത്ര ഭാരവാഹികളും ഈ നയനാർ ക്ഷേത്രം അല്ലേ, നയനാർ ക്ഷേത്ര ഭാരവാഹികൾ, പൂവാറിലെ നയനാർ ക്ഷേത്രം അല്ലേ, ആ ക്ഷേത്ര ഭാരവാഹികളും ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും റഹീമുമായിട്ടൊക്കെ എന്താണ് ബന്ധം? അതും അറിയണം. അതും അറിയണം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്
ആ ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട അംഗങ്ങളും അതിന്റെ ഭാരവാഹികളും എല്ലാം CPM-കാരാണ്. അത് ശരി. അപ്പൊ അവർക്ക് അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഭക്തി അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് തൊഴിലില്ല, അവിശ്വാസികളാണ്. അമ്പലം പക്ഷെ ഭരിക്കും. അമ്പലം വേണം. അല്ല, അമ്പലം വേണം. അമ്പലം വേണം. അത് ഇങ്ങനത്തെ കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യണ്ടേ? അവിശ്വാസികൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണ്ടേ? അവിശ്വാസികൾക്ക് കാണിക്കവഞ്ചി വേണം. കാണിക്കവഞ്ചി വേണം. അല്ല, അത് ക്ഷേത്രം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡുകൾ അവർ ഭരിക്കുന്നില്ലേ? അവര് പിന്നെ അധികാരത്തിൽ വരുമ്പോഴെല്ലാം ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അവരല്ലേ? ആ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിക്കെല്ലാം ഉത്തരം പറയേണ്ട ഈ സ്വർണ്ണക്കൊള്ളയടക്കം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയടക്കം നടന്നതിൽ പ്രതികൾ കോൺഗ്രസ്സുകാരോ BJP-കാരോ ഒന്നും അല്ല. പ്രതികളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ആരാ അതിനകത്ത് പ്രതിയായിട്ടുള്ളത്? പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, തന്ത്രിയുണ്ട്, സ്പോൺസറാണ്. പക്ഷേ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന രണ്ടുപേരും CPM-കാരല്ലേ? തീർച്ചയായിട്ടും. ഇനി മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ജീവനക്കാരെല്ലാം ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ക്ഷേത്രം വേണം, ഭരിക്കണം, കട്ടുമുടിക്കണം, ഇതൊക്കെ നടക്കണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവർ 3 പേരും ഈ പോക്സോ കേസിൽ കൂട്ടുപ്രതികളാകും എന്നുള്ളതിന് തർക്കമില്ല. അങ്ങനെ ആകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ തലസ്ഥാനത്ത് ആരുണ്ട് പാർട്ടിയെ നയിക്കുക? അത് ശരിയാണ്. AK സെന്റർ നാഥനില്ലാതാകും, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നാഥനില്ലാതാകും, രാജ്യസഭയ്ക്ക് ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായും കിടുകിട ഉറപ്പിക്കുന്ന ഡബിൾ എ റഹീം, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അതെ, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന റഹീം, സ്പീക്കറെ ഓം ബിർളയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഡബിൾ എ റഹീം ഒക്കെ ഈ പറഞ്ഞതുപോലെ അഴിക്കുള്ളിൽ ആയാൽ ഈ കാര്യങ്ങൾ ആര് കൊണ്ടുപോകും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല, ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ കൂട്ടുപ്രതികളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം ഇന്നിപ്പം കോടതിയിൽ നിന്നുള്ള ഇത് വരട്ടെ, വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. ഇവരെ മറ്റേ നമ്മുടെ മുഹമ്മദ് ഫർഷാൻ മാത്രമാണ് കോടതിയെ സമീപിച്ചത്, പോക്സോ കോടതിയിൽ മുൻ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട്. ഇവരൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഇവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അവരിപ്പോ പോക്സോ കോടതിയിൽ ഈ ബെയിൽ കിട്ടത്തില്ലെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പം അത് ഹൈക്കോടതിയിൽ പോകണം. അത് മധ്യപ്രദേശ് ഹൈക്കോടതിയിലേ പോകാൻ പറ്റുള്ളൂ. അത് കേരള ഹൈക്കോടതിയിലൊന്നും പോയിട്ട് കാര്യമില്ല. കേരള ഹൈക്കോടതിയിൽ പോകുന്ന, കേരളത്തിൽ കേസുണ്ടെങ്കിൽ ശരി, കേരള ഹൈക്കോടതിയിൽ പോകാം. ഇത് മധ്യപ്രദേശ് പോക്സോ കോടതിയിൽ നടക്കുന്ന കേസിന് അതിൻ്റെ അധികാരം തീർച്ചയായിട്ടും മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് തന്നെ. ഇനിയിപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ കേരള ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെതിരെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് മുഹമ്മദ് ഫർഷാന് ആന്റിസിപ്പേറ്ററി ബെയില് മധ്യപ്രദേശ് കോടതി കൊടുക്കാമെങ്കിൽ അപ്പർ കോടതിയിലും കൊടുക്കാൻ അവിടെ ആള് കാണും. ഇല്ലെങ്കിൽ ഇവര് സഹായിക്കാനുണ്ടല്ലോ, സഹായിക്കാൻ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. എന്തായാലും ഹൈക്കോടതിയുടെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമയം നീട്ടി നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. അത് നൽകില്ല എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ കോടതിയുടെ വിധി വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് വീണ്ടും വരാം.